ധ്യാനം ഗ്രൂപ്പിൽ മാനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ ഓരി എടുത്തുകൊണ്ടാണ് നമ്മൾ പോണത്. നമ്മളിപ്പോൾ പോണ ടൈം എത്രയെന്ന് വെച്ചാൽ 5 മണിയാണ്. സുബഹിക്ക് 5 മണിക്കാണ് നമ്മൾ പോണത്. നമ്മളിതെന്തായാലൊക്കെ നമ്മള് പോയില്ലേ. ഇവിടെ എത്ര ചാടുന്നത്? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതിന് മുമ്പും വന്നിക്കണേ. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെ പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ചാടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും. പിന്നെ ഏതായാലും വന്നതല്ലേ, അപ്പം ഇനി നമുക്ക് ചാടുക പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കുക പറഞ്ഞങ്ങാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അവിടെ എങ്ങനെയാണെന്ന് അറിയാം, ചാടാൻ പറ്റുന്നൊരിതുണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ അങ്ങനെ അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓല് പിന്നെ ആണുങ്ങൾ ഞങ്ങളോട് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞങ്ങാണ്ട് ഓല അങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങളോട് ഇവിടെ ഇറങ്ങാം. ഞങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ ഇറങ്ങണോ വേണ്ടതെന്നില്ല, കാരണം വെള്ളമൊക്കെ കുറവായതുകൊണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ കുട്ടികളൊക്കെ വേഗം ഇറങ്ങി. ഓൽക്കൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ, ഓൽക്കില്ലൊരു വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഓലൊക്കെ വേഗം ഇറങ്ങി. ഓല നല്ല എൻജോയ്മെൻറ്റിലും. പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങളും ഇറങ്ങി. ഓല ഒറ്റയ്ക്ക് ഇറക്കിയാൽ ശരിയാവില്ലല്ലോ വിചാരിച്ച് ഞങ്ങളും അങ്ങനെ ഇറങ്ങി. നമ്മൾ പിന്നെ ട്യൂബൊക്കെ എടുത്തുങ്ങാണ്ടാണ് പോകുന്നത്. നമുക്ക് നീന്താൻ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ട്യൂബൊക്കെ എടുത്ത് പോകുന്നു. അപ്പോൾ ട്യൂബൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ അത്ര കൂടുതൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്യൂബിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വന്നില്ല. നമ്മൾ കുട്ടികൾക്ക് ഏതായാലും നല്ലോണം ഇഷ്ടമായി. ഓല നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ അറ്റത്തുനിന്ന് കുറച്ച് ഇങ്ങനെ നീങ്ങി പോന്നപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും നല്ല അടിപൊളിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടമായി. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, നല്ല അടിപൊളി. അപ്പോൾ കുറച്ചും കൂടി സെൻറ്ററിലേക്ക് പോന്നു കഴിഞ്ഞാൽ നല്ല വെള്ളമുണ്ട്, ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ പിന്നെ കുറച്ച് ഓല് വന്നുങ്ങാണ്ട് ഓല് ചാടണം അങ്ങോട്ട് പോരുക പറഞ്ഞാണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓല് വന്നു. ഓല് ചാടണ അവിടെ നല്ല വെള്ളം ഉണ്ട്. ഓല തന്നെ മൂടും, അത്രക്ക് വെള്ളമാണ് അവിടെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മളും ചാടി. ചാടിക്കോ അഭി ചാടിക്കോ. ചാടിക്കോ, ധൈര്യം ചാടിക്കോ. ഷെഫീന്റെ അവിടെ എനിക്ക് ഓൾക്കൊന്നും പിന്നെ നീന്താൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പേടി. ഇപ്പൊ ഇത്ര വെള്ളമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ അത് കാണിച്ചു തരാണ്. ഓരൊക്കെ മൂടാൻ മാത്രമല്ല അത്രക്ക് വെള്ളമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ലൈബൂസ് നല്ല നീന്തലാണ്. എല്ലാവരും ചാടണുണ്ടപ്പോൾ എനിക്കൊന്ന് ചാടണം എന്ന് പറഞ്ഞാണ്ട് ഓളൊന്നാണ് ചാടി. ആ ചാടി കഴിഞ്ഞിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ച മാതിരിയുള്ളൊരു സന്തോഷമായിരുന്നു. നമ്മൾ പിന്നെ ട്യൂബിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തുഴയാണ്. നമുക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ട്യൂബിൻ്റെ ഉള്ളിൽ കിടന്ന് തുഴയാനേ നമുക്ക് വയ്ക്കുള്ളൂ. ഞാനും പിന്നെ ഓളും ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിങ്ങനെ മത്സരിച്ച് തുഴയായിരുന്നു. ഞങ്ങൾക്കതല്ലാതെ ട്യൂബ് ഒഴിവാക്കി നീന്താൻ നമ്മളെ കൊണ്ട് കഴിയൂല.
ഒരട്ടം ചാടി പേടി മാറിയപ്പോ പിന്നെ നമ്മളങ്ങനെ ചാടി. അങ്ങനെ നമ്മളെ ചാട്ടൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ കുട്ടികളൊക്കെ നമുക്ക് ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നു. ബട്ട് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞാണ്ട് അങ്ങനെ നമ്മൾ കയറി പോരാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നമ്മൾ കാറി കയറി നമ്മൾ തിരിച്ചിങ്ങനെ പോന്നുകൊണ്ടിരിക്കണ്. അപ്പം എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വിശക്കണുണ്ടായിരുന്നു. വെള്ളത്തിൽ ചാടിയിട്ട് നല്ലോണം വിശന്നിക്കണം എല്ലാവർക്കും. നമുക്ക് ഫുഡ് കഴിക്കുക പറഞ്ഞാണ്ട് നമ്മൾ ജിദ്ദ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് പകുതിയായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത്. കാരണം വിശപ്പ് കൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ മറന്ന്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ പോകും. അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.